ഈ മാനങ്കര മണ്ഡലത്തിൽ ചില RJP കോമാളികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു സുഹൃത്തുക്കളെ. ടാറ്റയുടെ വസ്ത്രവിതരണ ശൃംഖലയായ സ്റ്റുഡിയോയിൽ നിന്നും പെരുന്നാൾ വസ്ത്രങ്ങൾ വാങ്ങരുതെന്ന ആഹ്വാനവുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ SIO ആണ് രംഗത്തെത്തിയത്. നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ബഹിഷ്കരിക്കുകയാണ്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂടുതലാണ്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ അദാനിയെയോ മഹീന്ദ്രയെയോ ടാറ്റയോ ബഹിഷ്കരിക്കുന്നുണ്ടെങ്കിൽ പൊന്നു മക്കളെ പട്ടിണി കിടന്ന് ചാവുകയുള്ളൂ. പോയിന്റ്. ആ സ്ഥിതിക്ക് ഇനി മത്സരം വേണ്ട, വഷളാകുവേ. ഇന്ത്യയിൽ തന്നെയും ഇത് ഈ കേരളത്തിലല്ല ആദ്യമായി ഈ ബോയ്ക്കോട്ട് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങൾ സംഭവിക്കുന്നത്. മറിച്ച് അത് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും IPSPയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പീപ്പിൾ ഇൻ സോളിഡാരിറ്റി വിത്ത് പാലസ്തീൻ എന്ന ബാനറിൽ ഇന്ത്യയിലെ വ്യത്യസ്ത നഗരങ്ങളിൽ, ഡൽഹിയിൽ, പൂനെയിൽ, പട്നയിൽ, അതുപോലെ തന്നെ വിജയവാഡയിൽ, ഇങ്ങനെ ഇന്ത്യയിലെ വിവിധങ്ങളായ നഗരങ്ങളിൽ ഈ പറയുന്ന ടാറ്റയുടെ ഉടമസ്ഥയിലുള്ള സൂബിയ അടക്കമുള്ള സംവിധാനങ്ങളുടെ കേന്ദ്രങ്ങളിൽ ഈ പറയുന്ന തരത്തിൽ ബോയ്ക്കോട്ട് ആഹ്വാനങ്ങൾ, ഈ ബഹിഷ്കരണാഹ്വാനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പല ആളുകൾ, പ്രത്യേകമായി ലെഫ്റ്റ് ഐഡിയോളജിയിലൊക്കെയും വർക്ക് ചെയ്യുന്ന ആളുകൾ ആ അർത്ഥത്തിൽ ഈ മൂവ്മെന്റുമായി മുമ്പോട്ട് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. വിജയം വരെയും സമരം ചെയ്യും. ആദർശങ്ങൾ പറഞ്ഞിറക്കുന്നവനല്ല, സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിക്കുന്നവനാണ് മഹാൻ. അതിനോടൊക്കെയും ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട്, അഥവാ SIOവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സവിശേഷമായി ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട് ഫലസ്തീനിന് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാവുന്ന ഏതെല്ലാം സംഗതികൾ, ഏതെല്ലാം സമരമാർഗങ്ങളുണ്ടോ, ഏതെല്ലാം സംവിധാനങ്ങളുണ്ടോ അതിനോടൊക്കെയും ഐക്യദാർഢ്യപ്പെടുക എന്നതുകൂടിയാണ് നമ്മൾ SIOവിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. എല്ലാം കണ്ടല്ലോ നീ, ഇതൊക്കെ എവിടുത്തെ പ്രശ്നം? ഇതെന്ത് തരം രോഗ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് മറ്റേതെങ്കിലും ഒരു സമയത്ത് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാതെ, ബോയ്ക്കോട്ട് ആഹ്വാനത്തിലേക്ക് പോകാതെ, പെരുന്നാൾ സമയത്ത് ഈ തരത്തിലൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് ഒരല്പം കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആയുധമുണ്ട് എന്ന് തോന്നിപ്പോകുമല്ലോ. അത് കരുതിക്കുട്ടി ചെയ്തതാണോ അതോ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണോ? ഈ സമയം വളരെ സവിശേഷമായി നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ അത് പെരുന്നാളിന്റെ സമയമാണ് എന്നതല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് ഗസയിൽ ലോകത്ത് സമീപഭാവിയിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത വിധമുള്ള വംശഹത്യക്ക് ആ നാട്ടിലെ ജനത ഇരയാക്കപ്പെടുന്നു. പട്ടിണി മൂലം 10,000-കണക്കിന് മനുഷ്യർ ഓരോ മണിക്കൂറുകളിലും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെയും ആ ഫലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് അത് ഉന്നയിക്കുക വളരെ സവിശേഷമായി, ആളുകൾ ധാരാളമായി ഈ തരം വസ്ത്ര ബ്രാൻഡുകളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തും കൂടിയാണ് അതെന്നത് യാദൃശ്ചികമാണ്. നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു പച്ച മനുഷ്യനായിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രതിഷേധത്തിന് അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം ആൾക്കാർക്കുണ്ട്, ബോയ്ക്കോട്ട് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ആൾക്കാർക്കുണ്ട്. അതൊക്കെ തന്നെ ജനാധിപത്യ പ്രവൃത്തിയിൽ ഉള്ള ഒരു കാര്യമാണ്, അതിൻ്റെ ഭാഗമാണ്, പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ പറയുന്ന ആശയങ്ങൾ എന്താണ് എന്നുള്ളതിൽ ക്ലാരിറ്റി ഉണ്ടാകണം. അപ്പോൾ ഇവിടെ ടാറ്റ ബേബി കില്ലറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ നടത്തിയാൽ എങ്ങനെയാണ് ടാറ്റ കുട്ടികളെ കൊല്ലുന്ന രീതിയിലത്തേക്ക് മാറിയിരിക്കുന്നത്, എങ്ങനെയാണ് അവർ കുട്ടികളെ കൊല്ലുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് അബ്സല്യൂട്ട് ക്ലാരിറ്റി ഉണ്ടാകണം. ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രചരണ റാലിയല്ല, മറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി നിങ്ങൾ ഇന്നയാളൊരു വാർ ക്രൈം ചെയ്തിരിക്കുന്നു എന്ന് ആരോപിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വാർ ക്രൈം ചെയ്തിരിക്കുന്നു എന്ന് ആരോപിക്കുമ്പോൾ എന്താണ് നിങ്ങളിത് ചെയ്തിരിക്കുന്നത്, സ്റ്റുഡിയോയ്ക്ക് അതിൽ എന്താണ് പങ്ക് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയണം. അപ്പോൾ അതുകൊണ്ട് ഇതിലൂടെ ഒരു കൗണ്ടർ നറേറ്റീവ് അല്ല ഉണ്ടാകുന്നത്, മറിച്ച് യാതൊരു വിധത്തിലുള്ള ക്ലാരിറ്റിയും ഇല്ലാതെ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വളരെ കംപ്ലീറ്റ്ലി മിസ്ഡയറക്റ്റ് ആയിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സർക്കസ്. ആ സർക്കസിനെയാണ് ഇവിടെ ആൾക്കാർ തുറന്നു കാട്ടുന്നത്, അതിനെ എക്സ്പോസ് ചെയ്യുകയാണ്. അതല്ലാതെ ഒരു കൗണ്ടർ നറേറ്റീവ് ബിൽഡ് ചെയ്യുക പോലുമല്ല. ഇവർ ഈ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൊള്ളത്തരമാണ് എന്നും അതിലവർക്ക് ആശയ വ്യക്തത ഇല്ല എന്നും അവർ ഈ കാണിക്കുന്ന ഒരു പ്രതിഷേധമല്ല, ഇറ്റ്സ് ജസ്റ്റ് എ സർക്കസ് എന്നുള്ള ഒരു സന്ദേശവുമാണ് മറുഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാണ്. കാരണം അത് എക്സ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പൗരബോധത്തിന്റെ ഭാഗം കൂടിയാണ്. ഞാൻ വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ശരിയാണ്, ഒരു കോൺഫ്ലിക്റ്റിന്റെയും ഭാഗമായിട്ട് കുട്ടികൾ കൊല ചെയ്യപ്പെടാൻ പാടില്ല. ആ കാര്യത്തിൽ ഇവർ സമരം നടത്തുന്ന സമയത്ത് SIOയുടെ ഒക്കെ ഉൾപ്പെടെയുള്ള ആ പ്രതിഷേധ പ്രകടനങ്ങളിൽ, റാലികളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പ്രതീകാത്മകമായിട്ട് ഒരു കുട്ടിയുടെ ശവശരീരം എടുത്തുകൊണ്ട് ഒരാൾ നടക്കുന്നതൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ബേബി കില്ലർ എന്നുള്ള പോസ്റ്ററുകളൊക്കെ തന്നെ നമ്മളതിൽ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ലോകത്ത് നടക്കുന്ന ഒരേ ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ മാത്രമല്ല.
റഷ്യയും യുക്രൈനും തമ്മിൽ ഇതേപോലെ കോൺഫ്ലിക്റ്റ് നടത്തുന്നുണ്ട്. അവിടെ കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ യുക്രൈൻ്റെ പിന്നെ സർവാധിപനായിട്ടുള്ള സെലൻസ്കി എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ആ കുട്ടികളുടേത് ജീവനല്ലേ? അവരുടെ ശരീരത്തിൽ കൂടി ഓടുന്നതും ചോരയല്ലേ? എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഇവിടെ പ്രതികരണങ്ങൾ ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ റഷ്യൻ ഉൽപ്പന്നങ്ങൾ നമുക്കങ്ങ് ബാൻ ചെയ്യാം. നമുക്ക് റഷ്യയുടെ എത്രയോ ഉൽപ്പന്നങ്ങളുണ്ട്, ഏതൊക്കെ ഇൻഡസ്ട്രികളിലുണ്ട്, ഇത് ബാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പ്രകടനം എന്താണ് ഈ SIOയും മറ്റുള്ള ആൾക്കാരും ചെയ്യാത്തത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. 2, യമനിൽ ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട്, അതായത് അവിടെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായതിനു ശേഷം 1 ലക്ഷത്തോളം കുട്ടികളെങ്കിലും പിന്നെ വളരെ കൂടുതലായിട്ടുള്ള പട്ടിണി മൂലം, ഈ കലാപത്തിന്റെയും പ്രശ്നങ്ങളുടെയും എല്ലാം ഫലമായിട്ടുള്ള പട്ടിണി മൂലം മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ ഈ കഴിഞ്ഞ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 4000-ഓളം കുട്ടികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് യൂണിസെഫിന്റെ കണക്കുകളുണ്ട്. വളരെ വെരിഫൈഡ് ആയിട്ടുള്ള കണക്കുകളാണ്. അങ്ങനെയുള്ള കണക്കുകളുണ്ട്. പക്ഷെ ആ സമയത്ത് എന്തുകൊണ്ടാണ്, അതിന്റെ നേച്ചർ കൊണ്ടാണോ, ആഭ്യന്തരമായിട്ട് 2 വിഭാഗങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് എന്നതുകൊണ്ടാണോ അതിലിവിടെ ആർക്കും കണ്ണീരില്ലാത്തത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അല്ല മുതലാളി, ഇവൻ എന്താ ചോദിച്ചതിന് മറുപടി പറയാത്തത്? എനിക്ക് സന്തോഷം, സങ്കടം, ദേഷ്യം ഇതൊക്കെ വരുമ്പോ സംസാരിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ഭാഗത്തല്ല, ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുമ്പോൾ നിങ്ങൾ സെലക്റ്റീവായിട്ട് മാത്രം കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നതിനെ കാണുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ബംഗ്ലാദേശിൽ ഇതേപോലെ തന്നെ കുറേയധികം വംശഹത്യ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലത്തേക്കുള്ള പ്രശ്നങ്ങൾ, കലാപങ്ങൾ ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും തന്നെ നമുക്ക് പ്രതികരിക്കേണ്ട. പിന്നെ പ്രതികരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ മതത്തിന്റെ അടിസ്ഥാനത്തിലാണോ പ്രതികരിക്കുന്നത്? നമുക്കൊരു യൂണിവേഴ്സൽ മുസ്ലിം ബ്രദർഹുഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാ ജീവനും ഈ ലോകത്ത് എവിടെയാണെങ്കിലും കുട്ടികളുടേത് ഒന്ന് തന്നെയാണ്. പാലസ്തീനിലെ കുട്ടിയാണെങ്കിലും യമനിലെ കുട്ടിയാണെങ്കിലും യുക്രൈനിലെ കുട്ടിയാണെങ്കിലും ഒരേപോലെയാണ് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. 2, നിങ്ങൾ എന്തിനാണ് ടാറ്റയെ ടാർഗറ്റ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് നിങ്ങൾ സ്റ്റുഡിയോയെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണ്? സ്റ്റുഡിയോയ്ക്ക് ഇതിൽ എന്താണ് പങ്ക്? ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഡിഫൻസ് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിഫൻസ് കൊളാബറേഷനുമായി ബന്ധപ്പെട്ട് ടാറ്റയ്ക്ക് ഇസ്രായേലുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ആ തരത്തിലുള്ള എന്ത് കൊളാബറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അപ്രൂവലോട് കൂടിയിട്ടാണ്. കാരണം നമ്മൾ ഈ മേഖലയിൽ, പ്രത്യേകിച്ച് എയ്റോസ്പേസ് മേഖലയിൽ, ഡിഫൻസ് മേഖലയിൽ ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ കൊളാബറേഷൻ ഇന്ത്യൻ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്തിരിക്കണം എന്ന് നിയമമുള്ള ഒരു നാടാണ്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് അറിയാതെ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ അപ്രൂവൽ ഇല്ലാതെ, ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അപ്രൂവൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇല്ലാതെ ഒരു കാര്യവും അവിടെ നടക്കില്ല. അപ്പോൾ ടാറ്റയുടെ ഇപ്പോൾ അവരുടെ അക്വിസിഷന് ശേഷം അവരുടെ ഒരു ആംബിറ്റിലേക്ക് വന്നിരിക്കുന്ന ലാൻഡ് റോവറിനെ കൺവേർട്ട് ചെയ്തിട്ട് ലൈറ്റ് ആർമേഡ് വെഹിക്കിൾ ആയിട്ട് ഗാസയിലും ഒക്കെ തന്നെ ഇവരെ പട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, അതാണ് നിങ്ങൾ ടാറ്റയിൽ കാണുന്ന കുറ്റമെങ്കിൽ അത് ഇന്ത്യൻ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇസ്രായേൽ മിലിറ്ററിയുടെ, അവരുടെ ബോർഡർ പോലീസിന്റെ പട്രോളിന് വേണ്ടിയിട്ട് ടാറ്റയുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, കോമ്പാറ്റ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ്. അതേപോലെ തന്നെ ഇസ്രായേൽ ഡിഫൻസുമായി ചേർന്നിട്ട് ഡിഫൻസ് പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് TASL അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ്. അപ്പൊ ടാറ്റ കേവലം സ്വന്തം തീരുമാനത്തിൽ അവർ ഡിഫൻസ് സെക്ടറിലേക്ക് വന്നിരിക്കുന്നതല്ല, ഇന്ത്യൻ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ആർക്കെതിരെ സമരം ചെയ്യണം? ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യണം. ഇനി ഇവര് മാത്രമാണോ, ഈ ഒരൊറ്റ ഫേം മാത്രമാണോ ഈ ഇസ്രായേലുമായിട്ട് എന്തെങ്കിലും കോൺട്രാക്ട് ഉള്ളത്? മഹീന്ദ്ര ഡിഫൻസ് ഇല്ലേ? മഹീന്ദ്ര ഡിഫൻസ് വളരെ കൃത്യമായിട്ട് അവര് UAVകൾ ഉൾപ്പെടെയുള്ള പിന്നെ ഇതേപോലെയുള്ള വെഹിക്കിൾസ് എല്ലാം തന്നെ അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അത് അവരങ്ങോട്ട് കയറ്റി അയക്കുന്നുണ്ട്. അദാനി ചെയ്യുന്നില്ലേ? അദാനിക്ക് ഹൈഫ പോർട്ട് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് പിന്നെ ഡീൽസ് ഉണ്ട്. അവിടുത്തെ നെഗേവ് പോലെയുള്ള റൈഫിൾസ്, ഇങ്ങനെയുള്ള സ്മോൾ ആംസ്, ടാവർ പോലെയുള്ള സ്മോൾ ആംസ്, ഈ ആംസ് ഒക്കെ നിർമ്മിക്കുന്നതിനകത്തിൽ ജോയിന്റ് കൊളാബറേഷനിൽ അദാനി ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം ഇന്ത്യയിലെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് നടത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അദാനിയെ ബഹിഷ്കരിക്കാനായിട്ട് നാളെ മുതൽ നിങ്ങൾ അദാനിയുടെ കയ്യിലുള്ള തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് നിങ്ങൾ ഇനി പോവില്ല എന്നാണോ? അതേപോലെ മഹീന്ദ്രയെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി മഹീന്ദ്ര വാഹനങ്ങൾ വാങ്ങിക്കില്ല എന്നാണോ? ടാറ്റയെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് മാത്രമല്ലല്ലോ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ആൾക്കാർക്കുണ്ട്. അപ്പോൾ അത് എല്ലാം നിങ്ങൾ ബഹിഷ്കരിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ടാറ്റ എന്താണ്, ഈ രാജ്യത്തിന് ടാറ്റയുടെ സംഭാവന എന്താണ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ടാറ്റയെ ബഹിഷ്കരിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ നിങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നു എന്നതിന് തുല്യമാണ്. കാരണം ഏതെങ്കിലും ഒരു കമ്പനി പോലെ പ്രവർത്തിക്കുന്ന, സാധാരണ ഒരു കമ്പനി പോലെ ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്പനി അല്ല ടാറ്റ. എത്തിക്കൽ ബിസിനസിന്റെ പേരിൽ, ഫിലാന്ത്രോപ്പിയുടെ പേരിൽ, പൂർണ്ണമായിട്ടുള്ള ദേശീയതയുടെ പേരിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനം നൂറ്റാണ്ടുകളായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവർ.
അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ രാജ്യത്തിൻ്റെ ഹെൽത്ത് കെയറിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ എഡ്യൂക്കേഷൻ, നമ്മുടെ രാജ്യത്തിൻ്റെ ഡിസാസ്റ്റർ റിലീഫ്, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ടാറ്റയുടെ കോൺട്രിബ്യൂഷൻ അവരുടെ ഫിലാന്ത്രോപ്പിയുടെ ഭാഗമായിട്ടാണ്, ചാരിറ്റിയുടെ ഭാഗമായിട്ടാണ്. കണ്ടോ നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിന്റെ ഈ നിലപാട് പൂർണ്ണമായി അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൽ കാസർഗോട്ട് കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് താൽക്കാലികമായിട്ട് ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് കണ്ടെയ്നേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇവർ ടെമ്പററി ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത് അവരെ ഓർക്കുന്നുണ്ടാകും. ഏതാണ്ട് 60 കോടിയോളം ചെലവ് അവർക്ക് മാത്രമായിട്ട്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ വർഷം കണ്ടിരുന്നത് ഇനി അതിന് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ റീപർപ്പസ് ചെയ്തിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത സ്കൂളുകളിലേക്ക് ഉപയോഗിക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നു. എന്തിനാണ്? കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു കമ്പനി ഡിഫൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നു എന്ന് കരുതി ഒരു വാർ ക്രൈം അവർ ചെയ്തിരിക്കുന്നുവെന്നോ അവരുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ബഹിഷ്കരിക്കാനായിട്ട് പോകുന്നു എന്നോ പറയുന്നതിൽ കാര്യമില്ല. ഇപ്പം ഇന്ത്യ ഉപയോഗിക്കുന്ന എത്രയോ ഡിഫൻസ് എക്യുപ്മെന്റ് ഇസ്രായേലിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇന്ത്യൻ ഗവൺമെന്റിനെ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിലെ പൗരത്വം വേണ്ട എന്ന് വെക്കുമോ? നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകുമോ? ഞാൻ പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ടാറ്റ ഒരു ബേബി കില്ലർ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ഡയറക്റ്റ് എവിഡൻസ് വെക്കണം. നിങ്ങൾ മുന്നിലേക്ക് വെക്കുന്ന ഡയറക്റ്റ് എവിഡൻസ് എന്താണ്? ടാറ്റയുടെ ലാൻഡ് റോവർ അവിടെ ഉപയോഗിക്കുന്നതാണോ? ഏതെങ്കിലും ഒരു ഡിഫൻസ് ഡീലിലേക്ക് പോകുന്നതാണോ? മഹീന്ദ്രയ്ക്കും അദാനിക്കും ഇല്ലാത്ത മറ്റെന്ത് പ്രത്യേകതയാണ് നിങ്ങൾ ടാറ്റയുടെ ഡിഫൻസ് ഡീലിൽ കാണുന്നത്? അപ്പോൾ ഇതിന് നിങ്ങൾക്ക് നിക്ഷിപ്തമായിട്ടുള്ള താല്പര്യമുള്ളതിന്റെ പേരിലാണ് നിങ്ങളോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി ഇല്ല എന്ന് ഉറപ്പാണ്. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. മോഷണല്ലേ അല്ലേ? ഇത് പബ്ലിക്കിൽ ഞങ്ങൾ ടാറ്റയുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ സൂഡിയോന്റെ മുമ്പിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുമ്പോൾ പിറ്റേന്ന് മുതൽ സൂഡിയോ അത് പൂട്ടി അത് എടുത്തു വെച്ച് പോകും എന്നതല്ലല്ലോ. അതിനപ്പുറത്തേക്ക് ഇവിടെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവയർനെസ്സിനെ കുറിച്ച്, ബോധവൽക്കരണത്തെ കുറിച്ച്, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല ഉൽപ്പന്നങ്ങളും പ്രൊഡക്റ്റുകളും അത് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയെ പിന്തുണക്കുകയോ വംശഹത്യക്ക് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയോ വംശഹത്യക്ക് കുട്ടികളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്നുണ്ട് എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഇവിടുത്തെ പബ്ലിക്കിനോട് അതിന്റെ അവയർനെസ് നൽകാൻ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആ ക്ലാരിറ്റിയോടെ തന്നെയാണ് ഞങ്ങൾ ആ സമരത്തെ ക്ലാരിറ്റി ബോയ്ക്കോട്ട് സമരത്തിനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഷഫാക്ക് അത് എത്രത്തോളം അത് നീട്ടി പറയുമ്പോൾ ഷഫാക്ക് ആ പോയിന്റിലേക്ക് ഷഫാക്ക് എത്തുന്നില്ല. കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് തേഞ്ഞിപ്പലം പോസ്റ്റ് ഓഫീസ് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആമസോൺ കാട്ടിലെ തീപിടുത്തത്തിനെതിരെ, കാട്ടുതീക്കെതിരെ സമരം ചെയ്യാനായിട്ട് അവധി ദിവസം ബ്രസീലിന്റെ എംബസിയുടെ മുന്നിൽ നടത്തിയിരിക്കുന്ന പ്ലക്കാർഡ് പിടിച്ചുള്ള സമരം നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയ പരിഹസിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിൻ്റെയൊക്കെ എത്രയോ 10 മടങ്ങ് അപ്പുറത്ത് നിൽക്കുന്ന സമരമാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ സമരമെന്ന് ഞാൻ വിളിക്കില്ല, ഇറ്റ്സ് എ സർക്കസ്. ഇവരവിടെ നടത്തിയിരിക്കുന്ന സർക്കസ് ആണ്. സ്റ്റുഡിയോ എന്ത് തെറ്റ് ചെയ്തു? ടാറ്റ എന്ത് തെറ്റ് ചെയ്തിരിക്കുന്നു? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അവിടെ ബിസിനസ് നടത്തുന്ന ആൾക്കാർ അവരുടെ വംശഹത്യക്ക് വേണ്ടിയിട്ട്, അവരുടെ പ്ലാൻസിന് വേണ്ടിയിട്ട്, അവരുടെ ഡിസൈനിന് വേണ്ടിയിട്ട് പണം കൊടുക്കുകയാണ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്നാണ് എങ്കിൽ എനിക്ക് സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത് അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റോ എന്നുള്ളതാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഡിഫൻസ് എക്യുപ്മെന്റുകൾ പർച്ചേസസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ടെക്സാർ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്രായേലിന്റെ ഒരു സാറ്റലൈറ്റ് ഉണ്ട്. ഈ സാറ്റലൈറ്റ് അവർക്ക് വേണ്ടി ലോഞ്ച് ചെയ്ത് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയാണ്. എന്തിനു വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത്? പകലും രാത്രിയിലും ഹൈ റെസൊല്യൂഷൻ ഇമേജസ്, 1 മീറ്റർ ആക്യുറസിയിലുള്ള റെസൊല്യൂഷൻ എടുക്കുന്ന, അത്രയും ഹൈ റെസൊല്യൂഷനിലുള്ള ഇമേജസ് എടുക്കുന്നതാണ്. ആ ഇമേജറി ഇപ്പോൾ ഇവർ ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് എന്താ ഉറപ്പ്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ISROയെ ബഹിഷ്കരിക്കാനായിട്ട് പറയുമോ? നമ്മുടെ നാട്ടിലുള്ള ഗവൺമെന്റിനെ ബഹിഷ്കരിക്കാനായിട്ട് പറയുമോ? ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റ് ആണ് പാലസ്തീനിലുള്ള വംശഹത്യക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ കൊലപാതകത്തിന് കൂട്ടുനിന്നത് എന്നൊന്ന് പറഞ്ഞു നോക്ക്. നാട്ടുകാരെ, നിങ്ങൾ ആരെ പറ്റിക്കാൻ വേണ്ടിട്ടല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടാ. ഇന്ത്യ ആസ് എ കൺട്രി ഈസ് എ ബേബി കില്ലർ. ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പറഞ്ഞത് വെറുതെ നിങ്ങളോട് പറയാണ്, നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. എത്രത്തോളം ആവൽക്കരമാണ് ആ സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഇവിടുത്തെ ഒരു ബിസിനസ്സുകാരനെ കുറിച്ചല്ല, ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ഇത് ചെയ്യുന്നുണ്ടല്ലോ. വേറെ ഒരു ഉദാഹരണം പറയാം. എൽബിറ്റ് സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഡിഫൻസ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. അവരുമായിട്ട് ചേർന്നിട്ട്, ഇസ്രായേലിലുള്ള എൽബിറ്റ് സിസ്റ്റംസുമായിട്ട് ചേർന്നിട്ട് ഹെർമെസ് 900 ഡ്രോൺസ് കഴിഞ്ഞ വർഷം മുതൽ അതിന്റെ മാനുഫാക്ചറിങ്ങും ഡെലിവറിയും തുടങ്ങി. ആരാ ചെയ്യുന്നത്? അദാനിയാണ് ചെയ്യുന്നത്. ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടി പ്രതിനിധീകരിച്ചുകൊണ്ട് അദാനിയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം മുതൽ ഇതിന്റെ ഡെലിവറി തുടങ്ങി. ആർക്കറിയാം, ഇതിനോടകം തന്നെ എത്രയോ തവണ ഇതൊരു പക്ഷേ ഈ പാലസ്തീനിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ അദാനി അങ്ങ് ബഹിഷ്കരിച്ചാലോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ നമ്പർ 1 എഡിബിൾ ഓയിൽ ബ്രാൻഡാണ് ഫോർച്യൂൺ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മൾ ബഹിഷ്കരിക്കും. നിങ്ങൾ ബഹിഷ്കരിക്കുമോ? നിങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പറ്റുമോ? കോഹിനൂർ റൈസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, വനസ്പതി ഉണ്ട്, എന്തെല്ലാം സാധനങ്ങളുണ്ട്. സോപ്പും ഹാൻഡ് വാഷും ഉൾപ്പെടെയുള്ള എത്രയോ ഉൽപ്പന്നങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, മഹീന്ദ്രയുടെ ഡിഫൻസിൽ മഹീന്ദ്ര ഡിഫൻസ് ഉണ്ട്. മഹീന്ദ്രയുടെ എത്രയോ എക്യുപ്മെന്റ് ഉണ്ട്. അതിന്റെ പേരിൽ നമ്മൾ ബഹിഷ്കരിക്കുമോ? മഹീന്ദ്രയുടെ ബേബി കെയർ ഉണ്ട്. ആ ബേബി കെയർ ആണ് പിന്നീട് സെല്ല് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ക്രൈയിലേക്ക് പോയത്. അപ്പോൾ ഫസ്റ്റ് ക്രൈയിൽ പണ്ട് മഹീന്ദ്ര ഉണ്ടായിരുന്നവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ക്രൈയെ ബഹിഷ്കരിക്കുമോ? ബേബി പ്രോഡക്ട്സിനെ. കാരണം ബേബി കില്ലർ എന്നാണല്ലോ ഇവരെല്ലാം പറയുക.
അങ്ങനെയാണെങ്കിൽ അത് പറയോ? ക്ലബ് മഹീന്ദ്ര റിസോർട്ടുകളുണ്ട്, നമ്മൾ റിസോർട്ടിൽ പോകണ്ടെന്ന് പറയോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ അദാനിയെയോ മഹീന്ദ്രയെയോ ടാറ്റയോ ബഹിഷ്കരിക്കുന്നുണ്ടെങ്കിൽ പൊന്നു മക്കളെ പട്ടിണി കിടന്ന് ചാവുകയുള്ളൂ, പട്ടിണി കിടന്ന് ചാവുകയുള്ളൂ. അതുകൊണ്ട് പ്രതീകാത്മകമായിട്ട് സമരം നടത്താമെന്നുള്ളതല്ലാതെ ഈ കോർപ്പറേറ്റുകളെ, ഇവരുടെ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കാതെ ഒരു ദിവസം ഒരു ഇന്ത്യനും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഇത് ഒരുമാതിരി കോട്ടാളത്തിലെ ഇടപാടായി പോയല്ലേ. പുറത്താക്കി നീ ഇപ്പൊ പുറത്തായില്ലേ?